ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ഷമി തിലകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ വിലായത്ത് ബുദ്ധ ഉണ്ടായിരുന്നു. സിനിമ ഒരു ആവറേജ് അനുഭവം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്തൊക്കെ ഒരു കുറവുകൾ വന്നു, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ലാഗ് പോലെ പേഴ്സണലി തോന്നി. ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഒരു ഓക്കെ പടമാണ്. നമ്മൾ അയ്യപ്പൻ കോശി ഇതിനു മുമ്പ് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റൈവൽ അയ്യപ്പൻ കോശി, കടുവ അല്ലെങ്കിൽ ഡ്രൈവ് ലൈസൻസ് ഉള്ള പടങ്ങൾ നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഈഗോ ക്ലാഷസ് ഉണ്ട്, എസ്പെഷ്യലി അയ്യപ്പൻ കോശി. അതെടുത്ത് പറയാൻ കാരണം ഇത് സച്ചിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റിൽ വരുന്നൊരു സാധനമായിരുന്നു ഈ വിലായത്ത് ബുദ്ധ. അപ്പോൾ ആ ഒരു പഞ്ച് പടത്തിന് കിട്ടിയില്ല. ഒരു പക്ഷേ സച്ചി മേക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു പഞ്ച് ചിലപ്പോൾ വന്നേനെ. അപ്പോൾ അതിൻ്റെ ഒരു പഞ്ചിൻ്റെ ഒരു കുറവുണ്ട്. ജസ്റ്റ് കണ്ടിരിക്കാം. ഒരു വെറും തല്ലിപ്പൊളിയാണെന്നുള്ള അഭിപ്രായമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു അബോവ് ആവറേജ് വൺ ടൈം വാച്ചബിൾ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജേക്സ് ബിജോയുടെ BGM ആണ് ചിത്രത്തിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഡ്യൂറേഷൻ ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ലാഗ് വരുമ്പോൾ ജേക്സ് ബിജോയുടെ BGM അത്യാവശ്യം ലൈഫ് പടത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ആണെങ്കിലും ഷമി തിലകനാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി ഒരു മിസ്സിംഗ് ആണ്. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ ചിത്രത്തിലെ നായിക, എനിക്കപ്പോൾ എൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നായിക ഭയങ്കര ശോകം. എനിക്ക് ആ പുള്ളിക്കാരിയുടെ അഭിനയം പണ്ടേ ഇഷ്ടമല്ല. നരിവേട്ടയിൽ ഉൾപ്പെടെയുള്ള സിനിമകളിൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി എന്തോ ഒരു ആരൊക്കെയാണ് എന്നുള്ളൊരു ഭാവത്തിലേക്കാണ് അഭിനയിക്കുന്നത്. ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ പുള്ളിക്കാരുടെ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. ഏതാണ്ട് ഒരു കൊല്ലത്തിന് ശേഷമാണ് പൃഥ്വിരാജിൻ്റേതായിട്ട് ഒരു മലയാള സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഒരു ഈഗോ ക്ലാഷ് കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് കിട്ടണം. അപ്പോൾ എസ്പെഷ്യലി ക്ലൈമാക്സ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയൊരു ക്ലൈമാക്സ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ കാണണമെന്നുള്ള നമുക്ക് തീർച്ചയായിട്ടും കാണാം. മണി ലൂസർ അല്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയത്തക്ക മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നൊരിക്കലും പറയാൻ പറ്റുന്ന പടമല്ല വിലായത്ത് ബുദ്ധ.